ഭൗതിക വിജ്ഞാനത്തോടൊപ്പം മതപരമായ അറിവിൻ്റെ ലോകത്തേക്ക് സുഹൃത കാഴ്ചയൊരുക്കുന്ന ദർശന ടി വിയിൽ വിജ്ഞാനത്തിൻ്റെ മറ്റൊരു ലോകം ഇതാ നിങ്ങൾക്കായി തുറക്കുന്നു. ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ക്യൂ ചലഞ്ച് ടെലിക്യൂസിൽ 3 ചോദ്യങ്ങളാണ് ഉള്ളത്. 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിൽ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷാഹിറാണ്. സാഹിർ. യെസ്. സാഹിർ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ചെറുതുരുത്തിന്നാണ് വിളിക്കുന്നത്. ചെറുതുരുത്തിന്ന്. എന്ത് ചെയ്യാണ്? ഹലോ, എന്ത് ചെയ്യുവാണ്? ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. സ്കൂളിൽ ഇവിടെ അടുത്ത്. സ്കൂളില് ടീച്ചറാണോ? അതെ, അധ്യാപകനാണ്. ആഹാ, അത് ശരി. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? നന്നായി പോകുന്നു, കുഴപ്പമില്ല. ഇപ്പൊ വെക്കേഷൻ ആണല്ലേ? അതെ, സ്കൂളൊക്കെ പൂട്ടി. അപ്പൊ വെക്കേഷൻ എന്ത് ചെയ്യാണ്? വെക്കേഷന് ഇപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോ വെക്കേഷൻ ഇപ്പൊ തിരക്കൊഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി വെക്കേഷൻ ക്ലാസ് ഒക്കെ മെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടെ പോകണം. ഓ, മെയിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പൊ കുറച്ചേ ഉള്ളൂ, ഈ ഒരു 1 മന്തേ ഉള്ളൂ. അത് ശരി. അപ്പൊ 1 മന്തേ ഉള്ളൂ അല്ലേ? അതെ, 1 മന്തേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഉപ്പ ഉമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിരിക്കുന്നു. പ്രോഗ്രാം കാണാറുണ്ട്, നന്നായി പോകുന്നുണ്ട് പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും കാണണം. തീർച്ചയായും. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. റെഡിയാണോ? റെഡിയാണ്, നോക്കാം. ക്രിക്കറ്റ് ഇഷ്ടമാണോ? എന്താണ്? ക്രിക്കറ്റ് ഇഷ്ടമാണോ? ഓ, ഇഷ്ടമാണ്. IPL ഒക്കെ കാണാറുണ്ടോ? IPL ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ കാണാറുണ്ടല്ലേ? ഇപ്പൊ IPL മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ ഞാൻ IPL-മായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം അതാണ് കേട്ടോ. ഓക്കെ. പ്രഥമ IPL ജേതാക്കൾ, ആദ്യത്തെ IPL ജേതാക്കൾ ആരാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് ഉപകാരമായി. ക്രിക്കറ്റ് ഒക്കെ കാണാറുള്ള ആളല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ആണ്. ആണല്ലേ? അതെ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അപ്പൊ ഉത്തരം ശരിയാ. ഓ, താങ്ക് യു. ഓപ്ഷൻസ് ഒന്നും വേണ്ടി വന്നില്ല അല്ലേ? ഓപ്ഷൻസ് ഒന്നും വേണ്ടി വന്നില്ല. ഇല്ല, എനിക്ക് ആദ്യം ഒരു സംശയം തോന്നി, അതാണ് ഞാൻ ചോദിച്ചത്. കറക്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാനൊരു സോങ് പ്ലേ ചെയ്യും. അത് കേട്ടിട്ട് അതുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യമാണ്. അപ്പൊ അത് പാട്ട് കേട്ടിട്ട് ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. അപ്പം പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ചോദ്യം പറയാണ്. ആ ഗാനത്തിന്റെ ഗാനരചയിതാവ് ആരാണ്? സോങ് പ്ലേ ചെയ്യട്ടെ? സാഹിർ, സോങ് പ്ലേ ചെയ്യട്ടെ? ഗാനരചയിതാവ് ആരാണ്? ഓക്കെ. പാട്ട് കേട്ടു. നല്ല പരിചയമുള്ള പാട്ടല്ലേ? അതെ, നല്ല പോപ്പുലറായ സോങ് ആണ്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അല്ലേ? അതെ അതെ. അപ്പൊ ഇതിന് ഗാനരചയിതാവിനെ കിട്ടിയോ? ഗാനരചയിതാവിനെ ചോയ്സ് ഉണ്ടോ? ചോയ്സ് ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യന് ചോയ്സ് ഇല്ല കേട്ടോ. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. കറക്റ്റ് ആവോന്നറിയില്ല. ഗിരീഷ് പുത്തഞ്ചേരിയാണോ? കറക്റ്റ് ആണോ? ഡൗട്ടേ ഉള്ളൂ അല്ലേ? ചെറിയൊരു ഡൗട്ട് ഉണ്ട്. നല്ലപോലെ ഒന്നും കൂടെ ആലോചിച്ചിട്ട് ഉറപ്പിച്ചൊരു ഉത്തരം അങ്ങ് പറഞ്ഞു. ഹലോ, പോയോ? ആള് പോയോ? ഗിരീഷ് പുത്തഞ്ചേരിയാണോ? ഉറപ്പിച്ചു. അപ്പൊ ഉത്തരം ശരിയാ, സംശയം വേണ്ട. അപ്പൊ കലക്കി. 2 ക്വസ്റ്റിന് ആൻസർ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റിനും കറക്റ്റ് ആൻസർ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റിനും ആൻസർ കറക്റ്റ് ആണ്. ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ആൻസർ കറക്റ്റാ. ക്വസ്റ്റിന് ഡൗട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ പറഞ്ഞ സമ്മാനം ഉണ്ട്. അപ്പൊ ക്യൂ ചലഞ്ച് ടെലിക്യൂസിൽ വിജയിക്കും. നോക്കട്ടെ, ചലഞ്ച് ആണല്ലേ? റെഡിയാണ്.
അപ്പോൾ ഏത് മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്പോർട്സ് വേണോ, പൊളിറ്റിക്സ് വേണോ? നമ്മുടെ ചോയ്സ് ആണോ? ആ, നിങ്ങൾക്ക് പറയാം, പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആനുകാലികം. ആനുകാലികം വേണം. നന്നായി ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്ന ആളാണോ? കുറച്ചൊക്കെയാ? അതെ. അപ്പം എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഓർമ്മയിൽ നിൽക്കുവോ? പെട്ടെന്ന് ചോദിച്ചാൽ മറന്നുപോയില്ലേ? കൂടുതൽ ഒരുവിധം ഇമ്പോർട്ടന്റ് ഉള്ളതൊക്കെ മനസ്സിൽ നിൽക്കാറുണ്ട്, സൂക്ഷിച്ചു വെക്കാറുണ്ട്. ചിലതൊക്കെ മറന്നു പോകും. ആണോ? നോക്കി നോക്കാം. അപ്പോ ആനുകാലികമല്ല, എന്നാലും ഒരുപാട് മുന്നേ മുതൽ നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അതാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി. കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി. കേരളത്തിലാണോ? KPCCയുടെ ആണോ ഉദ്ദേശിക്കുന്നത്? കേരളം, ഇന്ത്യ അങ്ങനൊന്നുമില്ല. കോൺഗ്രസ് പ്രസിഡന്റ് മീൻസ് ഹൈക്കമാൻഡ് അങ്ങനെ, അതോ കേരളത്തിലത്തെ ആണ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ പറഞ്ഞോളൂ. അല്ല, ഇത് പാർട്ടിയുടെ പ്രസിഡന്റ് ആണ്, അല്ല പ്രധാനമന്ത്രി അങ്ങനെയല്ല? അങ്ങനെയല്ല, പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റ്. ചോയ്സ് ഉണ്ടോ? ചോയ്സ് ഇല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഇതിനൊക്കെ ചോയ്സ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് ടഫ് ആണോ? നോക്കാം. അത് ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലമാണ് കേട്ടോ. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലേ? അങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇന്ദിരാഗാന്ധിയാണോ? ആണോ അല്ലേ അങ്ങനൊന്നുമില്ല. അല്ല, ഇന്ദിരാഗാന്ധി. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു? അതെ. എന്റെ സമ്മാനം പോയോ? അറിയത്തില്ല. നല്ലപോലെ ആലോചിച്ചിട്ടാണോ പറയുന്നേ? 50-50 ആണ്. അങ്ങനെയില്ല, ഉറപ്പ് വേണം എനിക്ക്. അല്ല, എനിക്കാണ് പറഞ്ഞത്, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഇന്ദിരാഗാന്ധി. അപ്പൊ ഉത്തരം തെറ്റാണ് കേട്ടോ. ഉത്തരം തെറ്റാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇനി പറയാൻ പറ്റുമോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോണിയാഗാന്ധിയാണ് കേട്ടോ. സോണിയാഗാന്ധിയാണ്. ശരി. ഓക്കെ. അപ്പൊ ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കുക. ഓക്കെ, താങ്ക് യു സാഹിർ. ഇപ്പോൾ നമ്മളെ വിളിച്ചത് ചെറുതുരുത്തിയിൽ നിന്ന് സാഹിറാണ്. സാഹിർ 2 ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് രാജസ്ഥാൻ റോയൽസ് എന്നുള്ള കറക്റ്റ് ആൻസറും, രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഗിരീഷ് പുത്തഞ്ചേരി എന്നുള്ള വരികൾക്ക് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു ചെറിയ ബ്രേക്കിന് സമയമായി. ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ക്യൂ ചലഞ്ച് ടെലിക്യൂസ്. നമ്മുടെ സെക്കൻഡ് കോളർ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? സൽമ. എവിടുന്നാ വിളിക്കുന്നേ? എടപ്പാൾ. എന്ത് ചെയ്യാണ്? എന്തിനാ പഠിക്കുന്നേ? 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണല്ലേ? ആഹാ. അപ്പൊ സ്കൂളൊക്കെ പൂട്ടി, വെക്കേഷൻ ആണിപ്പോ. എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? എന്നാ റിസൾട്ട് വരുന്നേ? ഈ മാസം 26-ന് വരും. ആഹാ. അപ്പൊ നന്നായി എഴുതിയിട്ടുണ്ടോ എക്സാം ഒക്കെ? കുഴപ്പമില്ലാതെ എഴുതി. മതി, ജയിക്കാൻ അതൊക്കെ മതി അല്ലേ? ഓക്കെ. വെക്കേഷൻ എന്ത് ചെയ്യുന്നു? വെക്കേഷൻ എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിലിരിക്കാണ്. കൂട്ടുകാരുടെ കൂടെ കളിക്കാനൊന്നും പോവില്ലേ? പുറത്തു പോകുന്നില്ല? കളിക്കാനൊക്കെ പോവും. അപ്പൊ നല്ല സ്മാർട്ട് ആണല്ലേ? സ്കൂളിലൊക്കെ ഇങ്ങനെ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കാറുണ്ടോ? എല്ലാ പ്രോഗ്രാംസിലും ഉണ്ടാവാറുണ്ടല്ലേ? അത് ശരി. ഓക്കെ. അപ്പൊ ചോദ്യം ഒക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ പറയുമോ? ഈ സെക്കൻഡ് റൗണ്ടില് എന്താ പറയാ, സൽമ ആയിരിക്കോ വിജയ്?
അതറിയില്ല. അറിയില്ല അല്ലേ? എന്നാലും ട്രൈ ചെയ്യാം അല്ലേ? ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് വേണം. ഓപ്ഷൻസ് പറയട്ടെ. ന്യൂഡൽഹി, മുംബൈ, രാജസ്ഥാൻ, ബാംഗ്ലൂർ. ന്യൂഡൽഹി, മുംബൈ, രാജസ്ഥാൻ, ബാംഗ്ലൂർ. മുംബൈ ആണോ സാമ്പത്തിക തലസ്ഥാനം? ഹലോ, പറഞ്ഞോളൂ. മുംബൈ ആണോ? അത് കുഴപ്പമില്ല, ഗസ് ചെയ്താ മതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആവണമെന്നില്ലല്ലോ. ഗസ് ചെയ്താ മതി കേട്ടോ. മുംബൈ ഉറപ്പിച്ചു. അപ്പൊ മുംബൈ കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഗസ് ചെയ്തത് കറക്റ്റ് ആയില്ലേ? സന്തോഷായോ? സൽമ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനൊരു സോങ് പ്ലേ ചെയ്യും. അപ്പൊ ആ സോങ് കേട്ടിട്ട് അതുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അപ്പൊ ഞാൻ സോങ് പ്ലേ ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പറയാണ്. ഈ ഗാനം ഏത് സിനിമയിൽ നിന്നാണ് എന്നാണ് ചോദിക്കുന്നത്. സോങ് പ്ലേ ചെയ്യട്ടെ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം. ഹലോ, ഓപ്ഷൻസ് ഇല്ല. ഈ സോങ് കേട്ടിട്ടില്ല? നല്ല സോങ് അല്ലേ? നല്ലൊരു മെലഡി അല്ലേ? ഏത് ഫിലിമിലാണെന്ന് അറിയില്ല. ഞാൻ ഇല്ല, പുതിയ ഫിലിം അല്ല കേട്ടോ, കുറച്ച് പഴയതാണ്. ഞാൻ കുറച്ച് ക്ലൂ തരാം, സൽമ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലും രേവതിയുമാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് IV ശശിയാണ്. മോഹൻലാലും രേവതിയും കൂടെയുള്ള ഈ സോങ് ഇതിനു മുന്നേ കേട്ടിട്ടില്ല? ടിവിയിലൊന്നും വന്ന് കണ്ടിട്ടില്ല? കേട്ടിട്ടില്ല? എന്നാ ഗസ് ചെയ്തോളൂ, ഏതെങ്കിലും ഒക്കെ മൂവി ഗസ് ചെയ്തോളൂ. സൽമ, ഹലോ, ആരുള്ളത് ഹെൽപ്പ് ചെയ്യാൻ? ഉമ്മയുണ്ടോ അടുത്ത്? ഓ, ഉമ്മയോടും ബ്രദറോടും ചോദിക്കൂ, അവർക്കറിയെങ്കിൽ പറഞ്ഞു തരാം. മഴവിൽക്കാവടി ആണോ എന്നില്ല കേട്ടോ. സൽമ ഒരു ഏതെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയുടെ നെയിം എന്റെ അടുത്ത് കറക്റ്റ് ആയിട്ട് പറയാം. മഴവിൽക്കാവടി അതാണോ സൽമയുടെ ആൻസർ? ഓക്കെ ഓക്കെ, അപ്പൊ മഴവിൽക്കാവടി ഉത്തരം തെറ്റാണ്. കറക്റ്റ് ആൻസർ ദേവാസുരമാണ്. ഓക്കെ സൽമ, അപ്പം ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനി വിളിക്കുക. ഓക്കെ ബൈ. ഇപ്പോൾ നമ്മളെ വിളിച്ചത് ഇടപ്പാളിൽ നിന്ന് സൽമയാണ്. സൽമ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാത്തിനും ആൻസർ പറയാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ കൂടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സോങ് പ്ലേ ചെയ്ത് കൊടുത്തതിൽ കുറച്ച് കൺഫ്യൂഷനായി. ആ സോങ് ഇതിന് മുന്നേ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, സൽമ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇനിയും വിളിക്കുക. നമുക്ക് ചെറിയൊരു ബ്രേക്കിന് സമയമായി. ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ക്യൂ ചലഞ്ച് ടെലിക്യൂസ്. നമ്മുടെ മൂന്നാമത്തെ കോളർ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. മുഹമ്മദ്,
മുഹമ്മദ് അനസ്. അനസ്. അതെ. ഓക്കെ, മുഹമ്മദ് അനസ് എവിടുന്നാ വിളിക്കുന്നേ? ആലപ്പുഴന്നാണ് വിളിക്കുന്നത്. ആലപ്പുഴ. അതെ. ആഹാ, ആലപ്പുഴ ഒത്തിരി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണല്ലേ. ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ആലപ്പുഴയില്. ഹൗസ് ബോട്ട് ഒക്കെ ഉള്ള നല്ല രസമാണല്ലേ അവിടെ, കായലിലൂടെ ഒക്കെ ഇങ്ങനെ ഹൗസ് ബോട്ടിൽ പോവാൻ വേണ്ടിട്ട്. മുഹമ്മദ് അനസ് എന്ത് ചെയ്യാണ്? ആലപ്പുഴയില് പ്രോപ്പർ ആലപ്പുഴയിലാണോ അതോ? ആലപ്പുഴ. ഒത്തിരി കാലമായി ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒത്തിരി വർഷമായില്ലേ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഓക്കെ, മുഹമ്മദ് അനസിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ബാപ്പ ഉമ്മ എല്ലാവരും ഉണ്ടല്ലേ? ഇപ്പൊ എങ്ങനെയാണ് ആലപ്പുഴയിൽ ചൂടുണ്ടോ? ഭയങ്കര ചൂടാല്ലേ? അത് ശരി. കായലും കടലും ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ചൂടിനൊരു കുറവില്ല അല്ലേ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ടല്ലേ? ചോദ്യം ചോദിക്കട്ടെ? ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. കേരളത്തിലെ ആകെ നിയമസഭാ അംഗങ്ങൾ. കേരളത്തിലെ ആകെ നിയമസഭാ അംഗങ്ങൾ. എന്താണ്? MLA-മാരുടെ ചോദ്യമാണ്. രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടോ? രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടോ? രാഷ്ട്രീയത്തിലൊന്നും ഇല്ല അല്ലേ? 27 അല്ല. ഞാൻ ഓപ്ഷൻസ് തരാം. 140, 160, 141, 150. 141. ഗസ് ചെയ്യണ്ട, വേഗം കറക്റ്റ് ആയിട്ട് പറയൂ. 141. അപ്പൊ ആദ്യം ഒരു ചെറിയ സംഖ്യ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, കൺഗ്രാചുലേഷൻസ്. ഉത്തരം കറക്റ്റ് ആണ്, 141 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സോങ് ആണ്. ഒരു പാട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യും. മുഹമ്മദ് അനസ് അത് കേൾക്കുക, എന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ അതിന് ആൻസർ ചെയ്യാം. അപ്പം ചോദ്യം ഇതാണ്. പാട്ട് കേൾക്കുന്നതിന് മുമ്പേ ഞാൻ ചോദ്യം പറയാം. കാറ്റേ കാറ്റേ പൂങ്കാമരത്തില്, ആ പാട്ട് ഈ അടുത്തിടെ റിലീസായ ഒരു മൂവിയിലുള്ളതാണ്. ആ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടോ? അതിന് ഫീമെയിൽ ശബ്ദം, അതിന്റെ ഫീമെയിൽ വേർഷൻ പാടിയത് ആരാണ് എന്നാണ് ചോദ്യം. അതെ അതെ. സോങ് കേൾക്കണ്ട. ഓക്കെ, അപ്പൊ ഉത്തരം കറക്റ്റാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉത്തരം കറക്റ്റാ. കൺഗ്രാചുലേഷൻസ് അഗെയിൻ. അപ്പൊ ഇനി തേർഡ് ക്വസ്റ്റ്യനേ ഉള്ളൂ. തേർഡ് ക്വസ്റ്റ്യനും കൂടെ ആൻസർ പറഞ്ഞ സമ്മാനമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആക്കട്ടെ? അത് വേണ്ട അല്ലേ? അതെന്താ വേണ്ടാത്തെ? സാധാരണക്കാരാണ്. പക്ഷെ ഇപ്പൊ സാധാരണക്കാർക്കാണ് ഭയങ്കര വിവരം. ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ജനറൽ നോളജ് തീരെ ഉണ്ടാവില്ല. അവർക്ക് ജനറൽ നോളജ് പഠിക്കാനോ അല്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങളൊന്നും വായിക്കാൻ, ന്യൂസ് പേപ്പർ വായിക്കാനൊന്നും സമയമില്ല. അവർ ഒത്തിരി വേറെ ജോലി തിരക്കിൽ ഇങ്ങനെ നടക്കും. അപ്പോ സാധാരണക്കാരായ ആൾക്കാരാണ് ഒരുപാട് പേര് ഈ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് സമ്മാനം വാങ്ങിക്കാറ്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വ്യവസായവൽക്കരണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. വ്യവസായവൽക്കരണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളില് വ്യവസായവൽക്കരണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. ഇതിന് ഗസ് ഇല്ല, ക്ലൂ ഇല്ല, ഓപ്ഷൻസ് ഇല്ല. അപ്പം ഒരു ആൻസർ മുഹമ്മദ് അനസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. സാമ്പത്തികമായി ഒത്തിരി വളർച്ചയുള്ള ഒരു സംസ്ഥാനമാണ്. കിട്ടിയോ? ഉത്തരം തെറ്റിപ്പോയി. ഗുജറാത്തും കർണാടകയല്ല, മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ ഉള്ള സ്ഥലം, നമ്മുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ്. അതെ അതെ അതെ.
നമ്മുടെ എല്ലാ എന്താ പറയാ ആധുനിക മെട്രോ ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഏറ്റവും ആദ്യം വരുന്നത് മുംബൈയിലാണ് അല്ലേ? അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ മഹാരാഷ്ട്രയാണ്. എന്തായാലും കുഴപ്പമില്ല, 2 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. ഒത്തിരി സന്തോഷം വിളിച്ചതില്. അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളെ വിളിച്ചത് ആലപ്പുഴയിൽ നിന്ന് മുഹമ്മദ് അനാസ് ആണ്. മുഹമ്മദ് അനാസ് നന്നായിട്ട് ആൻസർ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റിന് ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ സോങ് കേൾക്കുന്നതിന് മുന്നേ തന്നെ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. എന്തായാലും ഒത്തിരി സന്തോഷമായി. ആൾ ഒത്തിരി സോങ് കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റിനും കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിരുന്നു, സോ ആൾക്ക് തെറ്റിപ്പോയി. എങ്കിലും കുഴപ്പമില്ല, എല്ലാവരും ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് വിളിക്കും. ക്യൂ ചലഞ്ച് ടെലിക്യൂസിൽ നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഹലോ, ഇത് നസ്രീനാണ്. നസ്രീന, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ മലപ്പുറത്തുനിന്ന്. മലപ്പുറത്തുനിന്ന്. എന്ത് ചെയ്യുവാ? ഞാൻ ഇനി 10ാം ക്ലാസ്സിലാണ്. ഇനി 10ലേക്ക്. ആ അപ്പൊ 9ാം ക്ലാസ് കഴിഞ്ഞു. ആ കഴിഞ്ഞോന്ന് അറിയണമെങ്കിൽ റിസൾട്ട് വരണ്ടേ? ആ എളുപ്പമായിരുന്നോ എക്സാം? ആ എളുപ്പമായിരുന്നു. നല്ല എളുപ്പമായിരുന്നു. ആ നന്നായിട്ട് എഴുതി? ആ അതെ. എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതി. ഈ പ്രോഗ്രാം കാണാറുണ്ടോ? എന്നും കാണാറുണ്ട്. ചൊവ്വാഴ്ച ദിവസം കാണാറുണ്ട്. എല്ലാ ദിവസവും കാണാറുണ്ടല്ലേ? ആ അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, റെഡിയാണോ? ആ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആ വയനാട് ചുരം. ആ വയനാട് ചുരം കേട്ടിട്ടില്ലേ? ആ കേട്ടിട്ടുണ്ട്. ആ, വയനാട് ചുരത്തിലൂടെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല, ഇല്ല, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. വയനാട് ചുരം ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ഏത് ജില്ലയിലാണെന്നോ? അതെ. ഓപ്ഷൻസ് വേണോ? സംശയമുണ്ടോ? ഓപ്ഷൻസ് വേണോ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? സംശയമുണ്ട്. സംശയമുണ്ട്. എന്നാ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ് പറയട്ടെ. ആ വയനാട്, ആ കോഴിക്കോട്, ഉം. മലപ്പുറം, പാലക്കാട്. വയനാട് ചുരം. വയനാട്, മലപ്പുറം, കോഴിക്കോട്, സംശയമാണ്. മലപ്പുറം, പാലക്കാട്. ഇതിലേതാണ്? മലപ്പുറമാണോ? ആ, നിങ്ങളുടെ നാടായതുകൊണ്ട് എല്ലാ ചുരവും അവിടെയാണല്ലേ? വയനാട് ചുരം എന്ന് തന്നെയാണ് പേര്. അപ്പം എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ നിങ്ങളുടെ നാടുമായിട്ട്? ആ, ഇന്ന് വയനാടാണോ? അങ്ങനെ പറയരുത്. ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ? കോഴിക്കോട്. കറക്റ്റ് പറയൂ, ഏതാണെന്ന് കറക്റ്റ് പറയൂ കേട്ടോ. ഇനി ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് വേഗം പറയാ കറക്റ്റ് ആയിട്ടുള്ളത്. മലപ്പുറം. മലപ്പുറം. മലപ്പുറം ഉറപ്പിച്ചു. ഉം. ആരാ ഈ തെറ്റുത്തരം പറഞ്ഞു തന്നെ? തെറ്റാ? അത്തരം തെറ്റ്. ആരാ ഈ തെറ്റുത്തരം പറഞ്ഞു തന്നെ? പറഞ്ഞല്ല, കേട്ട് പറഞ്ഞു. കോഴിക്കോട് മലപ്പുറം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കോഴിക്കോട് പറഞ്ഞിരുന്നെങ്കിൽ ആൻസർ കറക്റ്റ് ആയേനെ. ആ ഉത്തരം കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്യൂ ചലഞ്ച് ടെലിക്യൂസിലേക്ക് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ആ അടുത്ത തവണ വിളിക്കുക. എല്ലാ ക്വസ്റ്റിനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റട്ടെ കേട്ടോ അടുത്ത തവണ വിളിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു. ക്യൂ ചലഞ്ച് ടെലിക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിളിക്കുക, സമ്മാനങ്ങൾ നേടുക. അടുത്ത എപ്പിസോഡിൽ സന്ധിക്കും വരെ വണക്കം.